ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അതായത് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആർട്ട് എഡ്യൂക്കേഷനും വർക്ക് എഡ്യൂക്കേഷനും ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷനാണ്. ഇംഗ്ലീഷ് മീഡിയമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലയാളം മീഡിയം നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്വസ്റ്റ്യൻ 1 to 6 അറ്റംപ്റ്റ് എനി ഫോർ ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 1 സ്കോർ. എന്താണ്? 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 1 മാർക്ക് വീതം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലക്കി ചാം ഓഫ് 35th നാഷണൽ ഗെയിംസ് ആരായിരുന്നു? യെസ്, അമ്മു ആണല്ലേ. ആൻസർ എന്താണ്? അമ്മു. ദെൻ വാട്ട് ടൈപ്സ് ഓഫ് റേസ് കോസ് സൺബേൺ? സൺബേണിന് കാരണമാകുന്ന റേസ് ഏതാണ്? യെസ്, അൾട്രാ വയലറ്റ് റേസ് ആണല്ലേ. ആൻസർ എന്താണ്? അൾട്രാ വയലറ്റ്. ദെൻ വേർ ഡിഡ് ഇംഗ്ലണ്ട് ലോസ് ടു ഓസ്ട്രേലിയ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ക്രിക്കറ്റ് സീരീസ് ഇൻ 18? ഏതാണ് ആൻസർ വരുന്നത്? 1882. ആൻസർ എന്താണ്? യെസ്, ഓവൽ ആണല്ലേ. തേർഡിൻ്റെ ആൻസർ എന്താണ്? ഓവൽ. ദെൻ സ്റ്റേറ്റ് സ്പോർട്ട് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ? സ്റ്റേറ്റ് സ്പോർട്ട് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് യെസ് October 13th അല്ലേ. October 13. ദെൻ നെയിം ദ മലയാളി പ്ലെയർ ഹൂ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഇന്ത്യ ഇംഗ്ലണ്ട് വൺ ഡേ സീരീസ് ഹെൽഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 2014? ആരായിരുന്നു? അതെ, സഞ്ജു വി സാംസൺ ആണ് അല്ലേ. സഞ്ജു വി സാംസൺ ആണ് മലയാളി പ്ലെയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റഡ് ബൈ സായി ടു പ്രൊമോട്ട് റെസ്ലിംഗ്. റെസ്ലിംഗ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി സായി ഇംപ്ലിമെൻറ്റ് ചെയ്ത പ്രോജക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? യെസ്, നമുക്കറിയാം. ഏതാണ്? അഗേദാസ് ആണല്ലേ. അഗദാസ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് കം ആൻഡ് പ്ലേ? വാട്ട് ഈസ് കം ആൻഡ് പ്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കം ആൻഡ് പ്ലേ എന്ന് പറഞ്ഞാൽ? യെസ്, നമുക്ക് എഴുതാം. സായി എക്സിസ്റ്റ് ആർ സെൻറ്റേഴ്സ് എയിംഡ് അറ്റ് മേക്കിംഗ് ഇൻ ടു എ റിയാലിറ്റി ദ സ്പോർട്സ് ആൻഡ് ഫിസിക്കൽ പോസിബിലിറ്റീസ് ഓഫ് ഇന്ത്യ. ദിസ് പ്രോജക്റ്റ് envisage the encouragement of regional sports stars. They are given training by 2 coaches of Sai centers. The children of the age group 18 to 17 are targeted for this project. ഇതൊക്കെ തന്നെയല്ലേ കൂട്ടുകാർ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. വാട്ട് ആർ ദ സ്പോർട്സ് പ്രൊജക്റ്റ് ഓഫ് കേരള സ്റ്റേറ്റ് സ്പോർട്ട് കൗൺസിൽ? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ സ്പോർട്ട് പ്രൊജക്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? യെസ്, ഫണ്ട് ഫോർ ദ അസോസിയേഷൻ, ദെൻ സർവീസ് ഓഫ് ദ കോച്ചസ്, ദെൻ സമ്മർ കോച്ചിങ്. എന്തൊക്കെയാണ്? ഫണ്ട് ഫോർ ദ അസോസിയേഷൻ, സർവീസ് ഓഫ് ദ കോച്ചസ്, ദെൻ സമ്മർ കോച്ചിങ്. ദെൻ 9ാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് എനി 4 ബെനിഫിറ്റ്സ് ഓഫ് പ്രാക്ടീസിങ് യോഗ. യോഗ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടുള്ള 4 ബെനിഫിറ്റ്സ്, ഏതെങ്കിലും 4 ബെനിഫിറ്റ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് എഴുതാം? യെസ്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ ഗെറ്റ്സ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ റിഫ്രഷ്മെൻറ്റ്, ഒരു ഉന്മേഷം ലഭിക്കും. ദെൻ ഇൻക്രീസ് ഫ്ലെക്സിബിലിറ്റി of joint, increases flexibility and flexibility of joint. Then cardiorespiratory and digestive system function, making it efficient. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ കൂട്ടുകാർക്ക് എഴുതാവുന്നതാണായിട്ട് ബെനിഫിറ്റ്സ് ആയിട്ട്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫാൾസ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ട്രൂ ഓർ ഫാൾസ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നോക്കാം. വെൻ ലിഫ്റ്റിംഗ് എ വെയ്റ്റ് ദ ഹീൽ ഷുഡ് ബി റേസ്ഡ് ഫ്രം ദ ഫ്ലോർ. അത് റൈറ്റ് ആണോ, ട്രൂ ആണോ, ഫാൾസ് ആണോ? ട്രൂ ആണോ, ഫാൾസ് ആണോ? യെസ്, എന്താണ് കൂട്ടുകാരെ? ഫോൾസ് ആണ്. നമുക്കറിയാം എന്താണ്? ഫോൾസ് ആണ്, തെറ്റാണ്. ദെൻ വൈ ലാൻഡിങ് ടോ ഷുഡ് ടച്ച് ദ ഫ്ലോർ ഫസ്റ്റ്. അതെന്താണ്? ട്രൂ ആണല്ലേ. ദെൻ അപ്ലൈ ഹീറ്റ് ടു ബോൺ വെൻ ദർ ഈസ് എ ഫ്രാക്ചർ. അതെന്താണ്? അത് ഫാൾസ് ആണ്. ദെൻ ഇൻ കേസ് ഓഫ് സൺബേൺ വൈപ്പ് ദ ഹോൾ ബോഡി വിത്ത് കോൾഡ് വാട്ടർ. അത് ട്രൂ അല്ലേ? ഓക്കെ, ശരിയല്ലേ കൂട്ടുകാരെ സ്റ്റേറ്റ്മെൻറ്റ്? ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ തന്നെയല്ലേ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. വാട്ട് ആർ യെല്ലോ കാർഡ്സ് ആൻഡ് റെഡ് കാർഡ്സ് യൂസ്ഡ് ഇൻ ഫുട്ബോൾ മാച്ചസ്? യെല്ലോ കാർഡും റെഡ് കാർഡുമാണല്ലോ ചോദിച്ചിട്ടുള്ളത്. യെല്ലോ കാർഡ് എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, യെല്ലോ കാർഡ് ഈസ് ഷോൺ ആസ് വാർണിംഗ് ടു ദ പ്ലെയർ ഹു കമ്മിറ്റ്സ് ഫൗൾ അല്ലേ. യെല്ലോ കാർഡ് ഈസ് ഷോൺ ആസ് എ വാർണിംഗ് ടു ദ പ്ലെയർ ഹു കമ്മിറ്റ്സ് എ ഫൗൾ. ആൻഡ് എ റെഡ് കാർഡ് ഈസ് ഷോൺ ടു എക്സ്പെക്ട് ദ പ്ലെയർ ഫ്രം ദ മാച്ച് ബേസ്ഡ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഫൗൾ കമ്മിറ്റഡ്. ഓക്കെ, മനസ്സിലായല്ലോ കൂട്ടുകാർ? ഇതൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
ക്വസ്റ്റ്യൻ 12-13 അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ ഫോളോയിങ് 3 സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 12-13 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണല്ലേ. അത് തന്നെയാണ് എളുപ്പമെന്ന് തോന്നുന്നല്ലേ. കൂട്ടുകാർ അത് തന്നെയാണ് എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഫുട്ബോൾ അക്കാഡമി, അതെങ്ങനെയാണ്? യെസ്, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കോംപ്ലക്സ്. ദെൻ സൈക്ലിംഗ് ഏതായിരിക്കും വരിക? യെസ്, ഇന്ദിരാഗാന്ധി സ്പോർട്സ് അല്ലേ, സ്പോർട്സ് കോംപ്ലക്സ്. ദെൻ ഷൂട്ടിംഗ്, ഡോക്ടർ കർണി സിംഗ് ഷൂട്ടിംഗ് റേഞ്ച് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഗോൾസ് ഓഫ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ? സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഗോൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് സായിയുടെ ഗോൾസ് എന്ന് പറയുന്നത്? Yes, SAI is a society formed by the central government on January 25th, 1984 with the aim of uplifting sports and securing and utilizing the infrastructure built for the 1982 Asian Games. Then SAI aims finding the right talent in sports, intends to provide scientific training, making sports equipment available, monitoring scientific training, preparing national teams. Then improving infrastructure and creating quality teacher and coaches. The central government select talented person in sports and provide hostel facilities at various centers through SAI. The hostel provide free accommodation, sport equipment, education, insurance, etc. അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ തന്നെയല്ലേ ഗോൾസ് ആയിട്ട് എഴുതിയിട്ടുള്ളത്? അതായത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഗോൾസ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എളുപ്പമായിരുന്നില്ലേ? ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.